വെൽക്കം ടു സാറാസ് കൾനറി എസ്കേപ്സ്. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന പട്ടൂരയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന തേങ്ങാപ്പാൽ ചേർത്ത പനീറിൻ്റെ കറിയാണ്. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന പനീർ 350 ഗ്രാം പനീർ ഞാൻ വീട്ടിലുണ്ടാക്കിയ പനീറാണ്. പിന്നെ സബോള 4 മീഡിയം സൈസ് ചെറുതായിട്ട് അരിഞ്ഞത്, 3 മീഡിയം സൈസ് തക്കാളി പിന്നീട് അരിയുന്നതായിരിക്കും. തൈര്, പുളിയില്ലാത്ത തൈര് 3/4 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. തേങ്ങാപ്പാൽ ഫസ്റ്റ് ആ പാൽ തന്നെ 3/4 കപ്പ് എടുത്തിട്ടുണ്ട്. മുളക് 1/2 ടീസ്പൂൺ, പച്ചമുളക് എരിവുള്ളത് 2, 1 ഫുൾ ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഒരു 8 ചെറുത് നടുകെ കീറിയത്, ചെറിയ കഷ്ണം ഇഞ്ചി, കറുവപ്പട്ടയുടെ ഇല 1, നക്ഷത്രം പകുതി, 3 ഗ്രാമ്പു, സായി ജീര 1/2 ടീസ്പൂൺ, പട്ട ചെറുത് 3, പെരുംജീരകം 1/2 ടീസ്പൂൺ, ഉപ്പ് 3/4 ടീസ്പൂൺ, 3 ഏലക്ക. ഒരു കശുവണ്ടി ഒരു 10 വെള്ളത്തിനകത്ത് നേരത്തെ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. 1 ടീസ്പൂൺ നെയ്യ് ഇട്ട്, നെയ്യക്കകത്ത് നമ്മൾ പനീർ റോസ്റ്റ് ചെയ്യാനാണ്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിനകത്ത് നമ്മൾ ചേർക്കണം. ആ പനീറിന് ഉപ്പ് പിടിക്കാൻ വേണ്ടിയാണ്. പനീർ ഇടാം നമുക്ക്. പനീർ ഇട്ടിട്ട് മെല്ലെ ഇളക്കണം. പനീർ പൊടിഞ്ഞു പോകും. പനീർ പൊടിയാതെ മെല്ലെ ഇളക്കി റോസ്റ്റ് ആകുന്നവരെ ഇളക്കണം. ഇവിടെ നമ്മുടെ പനീർ റോസ്റ്റായിട്ടുണ്ട്. ഇത്രയും മതിയാവും. അധികം റോസ്റ്റ് ആവേണ്ട, ഇത്രയും മതിയാവും. നമുക്ക് റോസ്റ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തുനിന്ന് ഒരു 2 പീസ് പനീറും നമ്മുടെ കശുവണ്ടിയും കൂടെ ചേർത്ത് മിക്സിയിൽ നമുക്ക് അരച്ചു കൊണ്ട് വരാം. ഇവിടെ തവ ചൂടായിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ എണ്ണയാണ് നമ്മൾ ഉപയോഗിച്ചേക്കുന്നത്. 1 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നത് മസാലകൾ, പട്ടയുടെ ഇല, തക്കോലം, പെരുംജീരകം, ഇതെല്ലാം. അതിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇതിനകത്ത് എക്സ്ട്രാ ചേർത്തേക്കുന്നത് ജാതിക്കയുടെ ഒരു ചെറിയ കഷ്ണം, തീരെ ചെറിയ ഒരു കഷ്ണം ജാതിക്കയുടെ നമ്മൾ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. നമ്മുടെ ജീരകവും പെരുംജീരകവും എല്ലാം ഒരുവിധം മൂത്തിട്ടുണ്ട്. ഇനി അടുത്ത് സബോള ഇടാം. സബോള നമ്മൾ ഇട്ടിട്ട് ഒന്ന് വഴങ്ങണം. അതിൻ്റെ ആ വെള്ളമയം ഒന്ന് മാറുന്നത് വരെ ഒന്ന് ചെറുതായിട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് അതിനകത്ത് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇവയെല്ലാം ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റാം. നമ്മുടെ ഇഞ്ചി പച്ചമുളകും ഉള്ളിയെല്ലാം നന്നായി വഴന്നിട്ടുണ്ട്. ഇനിയും നമ്മുടെ മുളക് പൊടി ഇടാം, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി,
ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ പച്ചമണം ഒന്ന് മാറുക മാത്രം മതി. ഒന്ന് മിക്സ് ചെയ്ത് പച്ചമണം മാറട്ടെ. മുളക് പൊടി മല്ലിപ്പൊടിയിൽ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി തക്കാളി ഇട്ട് വഴറ്റാം. തക്കാളി ഇട്ട് ആ തക്കാളി ഒന്ന് വഴന്നാൽ മതി. ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞാൽ മതി. ഒരുപാട് മൂക്കണ്ട. ജസ്റ്റ് ആ തക്കാളി അതിനോട് ഒന്ന് ചേരണം, അത്ര തന്നെ. നമ്മുടെ മസാലകളെല്ലാം ഒന്ന് വഴന്നിട്ടുണ്ട്. ഇനി ഇത് മിക്സിയിലിട്ട് നല്ല ഇതായിട്ട് അരച്ചുകൊണ്ട് വരാം. മസാലകളെല്ലാം കൂടെ ഒന്നിച്ച് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് അതിൻ്റെ നമ്മുടെ പാനിനകത്തിട്ട് അതൊന്ന് അതിൻ്റെ വെള്ളമെല്ലാം ഒന്ന് വറ്റി വരുന്നിടം വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. മസാല നമ്മുടെ ഒന്ന് മൂത്തിട്ടുണ്ട്. അതിൻ്റെ ചെറുതായിട്ട് അതിൻ്റെ എണ്ണയൊക്കെ സൈഡിൽ കൂടെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് തൈരും കശുവണ്ടിയുടെ പേസ്റ്റും കൂടെ ചേർത്ത് ഒന്നിച്ച് നമുക്ക് മസാലയിലോട്ട് ചേർക്കാം. തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ സമയത്ത് ചെയ്യാൻ, അല്ലെങ്കിൽ പിന്നെ തൈരല്ലേ പിരിയാൻ ചാൻസ് ഉണ്ട്. തീ കുറച്ച് വെച്ചിട്ട് രണ്ടും കൂടെ മെല്ലെ മസാലയ്ക്കകത്തോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മുടെ മസാല ഒരുവിധം ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. തൈര് ചേർത്തപ്പോൾ ഇച്ചിരി ഉപ്പിന് കുറവ് വന്നു. പിന്നെ ഞാൻ റോസ്റ്റ് ചെയ്ത പനീർ നമ്മുടെ തേങ്ങയുടെ പാലെടുത്തതിൻ്റെ 2ാം പാലിനകത്ത് ഞാൻ ഓൾറെഡി ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ പനീർ കല്ലിച്ചു പോകും. ഇപ്പം നമ്മുടെ പനീർ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി അത് നമുക്ക് പനീറിനകത്തേക്ക് ആഡ് ചെയ്യാം. പനീർ ഇടുമ്പോൾ മെല്ലെ ഇടണം, ഉടഞ്ഞു പോകാതെ മെല്ലെ ഇട്ട് അതിനോട് ചേർക്കുക. അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലും വെള്ളമുണ്ട്. ആ വെള്ളം വറ്റുന്നിടം വരെ അതിനകത്ത് കിടന്ന് ഈ മസാലയ്ക്കകത്ത് കിടന്ന് നമ്മുടെ പനീർ വേകേണ്ടതാണ്. ഇവിടെ നമ്മുടെ മസാലയിൽ വെള്ളമെല്ലാം പറ്റിയിട്ടുണ്ട്. നമ്മളിനി എടുത്തു വെച്ചിരുന്ന ആദ്യത്തെ ഫസ്റ്റ് പാൽ ചേർത്ത് മെല്ലെ തീ കുറച്ച് വെക്കണം. ഈ സമയം നന്നായി കുറച്ച് വെക്കണം. മെല്ലെ ഇളക്കി ആ മസാലയോട് കൂടി തേങ്ങാപ്പാൽ ചേർക്കാം. മെല്ലെ ഇളക്കണം. അതുപോലെ തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ തേങ്ങാപ്പാൽ പിരിയാൻ ചാൻസ് ഉണ്ട്. തേങ്ങാപ്പാൽ ചേർത്തു. ഇനി അത് നന്നായി ചൂടായി കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യാം നമുക്ക്. പനീർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഡെലീഷ്യസാണ്, ഹെൽത്തിയാണ് ആയ ഒരു കറിയാണ്. ചപ്പാത്തി, ഭട്ടൂര, പൂരി ഇവിടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. ഇതൊരു VIP കറി കൂടെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്.